നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സൺഫ്ലവർ സീഡ്സ് അഥവാ സൂര്യകാന്തി വിത്തുകളുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ്. പതിവായി നാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എന്തെല്ലാം ആരോഗ്യ ഗുണങ്ങൾ കിട്ടും എന്നതിനെക്കുറിച്ചും, അതുപോലെ എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ പോഷകങ്ങൾ ലഭിക്കുന്നത്, എത്ര അളവിൽ കഴിക്കണം, അതുപോലെ ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയ വിത്താണെങ്കിലും നമുക്ക് വളരെയേറെ പോഷകങ്ങൾ നൽകുന്ന ഒന്നാണ് സൺഫ്ലവർ സീഡ്സ്. അതിലടങ്ങിയിരിക്കുന്ന ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, അതുപോലെ ആരോഗ്യമുള്ള കൊഴുപ്പുകൾ, സിങ്ക്, സെലീനിയം, അയൺ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, അതുപോലെ തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സുകൾ, ആന്റി ഓക്സിഡൻസ് ഇവയെല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിത് പതിവായി ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളും കിട്ടും. ഒന്നാമതായിട്ട് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അതിലടങ്ങിയിരിക്കുന്ന ഹെൽത്തി ഫാറ്റ്സ്, അതായത് ആരോഗ്യമുള്ള കൊഴുപ്പ്. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും അതുപോലെ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ രക്തധമനികളിൽ കൊഴുപ്പ് അടിയുന്നത് കുറയ്ക്കാനും സഹായിക്കുന്ന ഒന്നാണ്. സൺഫ്ലവർ സീഡ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണമാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിലടങ്ങിയിരിക്കുന്ന സെലീനിയവും സിങ്കുമാണ് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള കഴിവും നമുക്ക് ലഭിക്കും. സൺഫ്ലവർ സീഡ്സിൽ ധാരാളമായിട്ട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ചർമ്മത്തിനും മുടിക്കും നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. വൈറ്റമിൻ ഇ ശക്തമായ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് ചർമ്മത്തെ സംരക്ഷിക്കുകയും മുടി വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ അസ്ഥികൾക്ക് നല്ല ബലം കിട്ടാനായിട്ട് സൺഫ്ലവർ സീഡ്സ് സഹായിക്കുന്നു. അതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യവും ഫോസ്ഫറസുമാണ് സഹായിക്കുന്നത്. ദഹനം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല ഒന്നാണ് സൺഫ്ലവർ സീഡ്സ്. അതിൽ ധാരാളമായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനം സുഗമമാക്കാനും മലബന്ധം തടയാനും ഒക്കെ ഇത് സഹായിക്കും. സൺഫ്ലവർ സീഡ്സിന്റെ മറ്റൊരു പ്രധാന ഗുണം എന്നുള്ളത് തലച്ചോറിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു എന്നുള്ളതിനാണ്. അതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യമാണ് തലച്ചോറിന്റെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ഏകാഗ്രതയ്ക്കും നമ്മളെ സഹായിക്കുന്ന ഒന്ന്. കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു എന്നുള്ള ആരോഗ്യ ഗുണവും സൺഫ്ലവർ സീഡ്സിനുണ്ട്. അതിൽ ശക്തമായ ആന്റി ഓക്സിഡൻസുകൾ ഉള്ളതിനാൽ എല്ലാ സെൽസുകളിലും വരുന്ന കേടുപാടുകൾ തീർക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ലക്ഷണങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇവയെല്ലാമാണ് സൺഫ്ലവർ സീഡ്സ് പതിവായി കഴിച്ചാൽ നമുക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണങ്ങൾ. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സഹായിക്കും. നല്ല കൊഴുപ്പുള്ളതിനാൽ തന്നെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ അത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവുകളൊക്കെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ അമിതവണ്ണം ഉള്ളവർക്ക് ഇത് നല്ലൊരു ഡയറ്റ് തന്നെയാണ്. കാരണം ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയതുകൊണ്ട് നമുക്ക് ഒരു നിറവ്, അതായത് വയറ് നിറഞ്ഞൊരു ഫീല് കിട്ടുന്നത് കൊണ്ട് തന്നെ ആഹാരത്തിന്റെ അളവ് കുറയ്ക്കാനും അങ്ങനെ ശരീരഭാരം നിയന്ത്രിക്കാനും നമുക്ക് സഹായിക്കുന്നതാണ്. ഫൈബേഴ്സ് കൂടുതൽ അടങ്ങിയതുകൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രിക്കാനും ഇവ സഹായിക്കും. മറ്റ് സീഡ്സുകളെ പോലെ, അതായത് ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ് വിശദമായ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഉള്ള ഗുണങ്ങൾ തന്നെയാണ്. അതിലേറെ ഗുണങ്ങളുള്ളത് ഇതിൽ കൂടുതലായിട്ട് സെലീനിയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സെലീനിയം ഉള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ സൺഫ്ലവർ. എത്ര അളവിൽ കഴിക്കണം എന്നുള്ളത് പലർക്കുമുള്ള ഒരു സംശയമാണ്. 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ മാത്രമാണ് ഒരു ദിവസം കഴിക്കാമുള്ളൂ. അതിൽ ഏകദേശം 30 ഗ്രാം വരെ മാത്രമാണ് ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. കാരണം ഇതിൽ നിറച്ച് കാലറി കൂടുതലായതുകൊണ്ട് ഇത് കൂടുതലായിട്ട് കഴിച്ചാൽ അമിതവണ്ണമുള്ളവർക്ക് വണ്ണം വയ്ക്കാൻ ഒരു കാരണമാകും. അതുകൊണ്ട് കലോറി കൂടിയ ഒരു സീഡ്സ് ആയതുകൊണ്ട് വളരെ ചെറിയ അളവിൽ മാത്രമേ കഴിക്കാവൂ. മാക്സിമം 2 ടേബിൾ സ്പൂൺ വരെ മാത്രമാണ് കഴിക്കാൻ പാടുള്ളൂ. ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ 1 ടീസ്പൂൺ വരെ കൊടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങുമ്പോൾ ചെറിയ അളവിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. 1 ടീസ്പൂൺ മുതൽ തുടങ്ങി മാക്സിമം 2 ടേബിൾ സ്പൂൺ വരെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇനി എപ്പോഴാണ് ഇത് കഴിക്കേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ട്. ഇത് ഏറ്റവും നല്ല സമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കുന്നതാണ്. ആഹാരം, അതായത് ശരീരഭാരം നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പമാണ്. അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്സിനോടൊപ്പമോ അല്ലെങ്കിൽ വ്യായാമത്തിന് ശേഷം ഇത് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ രാവിലെ ആണ് ഏറ്റവും നല്ലൊരു സമയം. സൺഫ്ലവർ സീഡ്സ് എങ്ങനെ കഴിച്ചാലാണ് കൂടുതൽ ഗുണം ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ഉപ്പില്ലാത്തതും വറുക്കാത്തതുമായ സൺഫ്ലവർ സീഡ്സ് നേരിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും മികച്ച രീതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാലഡിൽ ചേർത്ത് കഴിക്കാം, സ്മൂത്തിയിൽ അതായത് ജ്യൂസിൽ ഒക്കെ ഇട്ട് കഴിക്കാം. അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ ഓട്സിന്റെ ഒപ്പം അതിൽ തൈരിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മറ്റ് സീഡ്സുകൾ, മുമ്പ് പറഞ്ഞ സീഡ്സുകളൊക്കെ ഉണ്ടല്ലോ, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, അതിന്റെ ഒപ്പം കൂട്ടിച്ചേർത്ത് ഇത് കഴിക്കാവുന്നതാണ്. ഫ്ലവർ സീഡ്സ് ആർക്കൊക്കെ കഴിക്കാം എന്ന് സംശയമുണ്ട്. അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു വിത്താണ് സൺഫ്ലവർ സീഡ്സ്. മിതമായ അളവിൽ കഴിക്കണം എന്ന് മാത്രം. ഇനി ആർക്കൊക്കെ കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അമിതവണ്ണമുള്ളവർ. അളവ് വളരെ കുറച്ച്, അതായത് അളവ് കൂടാതെ ശ്രദ്ധിക്കണം. കാരണം മുമ്പ് പറഞ്ഞതുപോലെ കലോറി കൂടിയ ഒരു സീഡ്സ് ആയതുകൊണ്ട് കൂടുതൽ കഴിച്ചാൽ ശരീരഭാരം കൂടാൻ കാരണമാകും. അതുപോലെ BP ഉള്ളവർ, അതായത് ഉപ്പോട് കൂടിയാണ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുക. അപ്പോൾ ഉപ്പില്ലാത്തത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് BP ഉള്ളവർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതുപോലെ വൃക്കരോഗമുള്ളവർ, കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഗുരുതരമായ പ്രശ്നങ്ങളോ ഉള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. കാരണം ഇതിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ടെന്ന്. അളവ് നിയന്ത്രിക്കേണ്ട രോഗികൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. അതുപോലെ വളരെ ഡൈജസ്റ്റീവ് പവർ കുറഞ്ഞവര്, അവരും അതുപോലെ ബ്ലോട്ടിംഗ് ഒക്കെ ഉള്ളവരും ഈ സൺഫ്ലവർ സീഡ്സ് കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അമിതമായ അളവിൽ സൺഫ്ലവർ സീഡ്സ് കഴിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ചിലപ്പോൾ വയറുവേദന ഉണ്ടാകാം, വയറിളക്കം ഉണ്ടാകാം, വയറിന് വീക്കം ഉണ്ടാകാം. പിന്നെ അമിതമായിട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരഭാരം കൂടാം. കാരണം ഇതിൽ ധാരാളം കലോറി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ശരീരഭാരം കൂടാം. പിന്നെ അലർജി, സീഡ്സിനൊക്കെ അലർജി ഉള്ളവർക്ക് അത് രൂക്ഷമാകാം. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ സൺഫ്ലവർ സീഡ്സ് ഒരു ചെറിയ വിത്താണെങ്കിലും അനേകം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊത്തിരി ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ്. ഹൃദയത്തെ സംരക്ഷിക്കാനും അതുപോലെ ചർമ്മത്തിനും മുടിക്കും അസ്ഥികളുടെ ആരോഗ്യത്തിനും എല്ലാം വളരെ നല്ല ഒരു ഇതാണ് ഈ സൺഫ്ലവർ സീഡ്സ്. അപ്പോൾ ചെറിയ അളവിൽ, സാധാരണ മറ്റ് സീഡ്സുകൾ കഴിക്കുന്നത് പോലെ തന്നെ മിതമായ അളവിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആരോഗ്യത്തോടെ കൂടി ഇരിക്കാൻ ചെറിയ ശീലങ്ങൾ മതി. അതിൽ ഒന്നാകട്ടെ ഒരു കുറച്ച് സൺഫ്ലവർ സീഡ്സ് ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.